ഓണത്തിന് വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്കിലേക്ക് മലയാളി പ്രവേശിക്കുകയാണ്. വിവിധ വിഷവിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഓണപ്പാച്ചിലാണ് അതെന്നറിയാത്ത മലയാളികളുടെ ഗതികെട്ട കാഴ്ചകളിലേക്ക്. ഓണം പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ മലയാളികൾക്കായി ഒരു സന്തോഷ വാർത്ത. ഈ ഓണത്തിനും സുഭിക്ഷമായി വിഷപ്പച്ചക്കറി തന്നെ. നിരോധിച്ചതടക്കമുള്ള വിവിധ വീര്യം കൂടിയ വിഷങ്ങൾ തമിഴൻ അടിച്ചു മിന്നിക്കുകയാണ്. അയൽക്കാരനെ കൊല്ലാൻ കേരളത്തിലേക്ക് വിഷമടിച്ച പച്ചക്കറിയും തങ്ങൾക്ക് വിഷരഹിത പച്ചക്കറിയും എന്നാണ് തമിഴ്നാട്ടിലെ പച്ചക്കറി കൃഷിയുടെ രാഷ്ട്രീയം. പഠിപ്പില്ലെങ്കിലും തമിഴിന് ഇക്കാര്യത്തിൽ നല്ല വിവരം. വിഷമടിച്ചു പച്ചക്കറികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് തടയും. കേരളത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം. തടഞ്ഞാൽ വിവരമറിയുമെന്ന് തമിഴ് വ്യാപാരികൾ ഭീഷണി മുഴക്കി. നടൻ വിജയകാന്തും കണ്ണുരുട്ടി. കീടനാശിനി നിർമ്മാതാക്കളായ ക്രോപ്പ് കെയറും രംഗത്തിറങ്ങിയതോടെ നമ്മുടെ നേതാക്കന്മാർ പ്രസ്താവന നിർത്തി വാലും മടക്കിപ്പോയി എന്നാണ് പുതിയ വിവരം. ജൂലൈ 15 മുതൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തി വിഷപച്ചക്കറി വണ്ടികൾ കസ്റ്റഡിയിലെടുക്കുമെന്ന് കേരള സർക്കാർ നട്ടല് നിവർത്തി ഒരു കാച്ച്. പേരിന് ഒരു ദിവസം പരിശോധന നടന്നു. എന്ത് കാര്യം? വിഷപ്പച്ചക്കറി പരിശോധിക്കാൻ ഇവിടെ വല്ല സംവിധാനങ്ങളുമുണ്ടോ? ചില സാമ്പിൾ എടുത്ത് വിഷവണ്ടികൾ വിട്ടുകൊടുത്തു. പരിശോധനാഫലം വരുമ്പോഴേക്കും വിഷപ്പച്ചക്കറികൾ മലയാളികളുടെ വയറ്റിലെത്തിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഉറപ്പിച്ചു, തങ്ങൾ തിന്നത് മാരക വിഷമുള്ള പച്ചക്കറികളായിരുന്നു. പരിശോധനയ്ക്ക് ലാബുകളില്ല, പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരില്ല. 100ഓളം ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു പണിയുമില്ലാത്ത ഓഫീസുകളിൽ വെറുതെ ജീവനക്കാരെ കുത്തിനിറയ്ക്കും. ഒടുവിൽ കിട്ടിയ വാർത്ത പച്ചക്കറി പരിശോധന അട്ടിമറിച്ചു എന്നാണ്. വാളയാർ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിൽ പാൽ പരിശോധനയ്ക്കുള്ള ക്ഷീരവകുപ്പിൻ്റെ താൽക്കാലിക ലാബുകൾ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 36 കമ്പനികളുടെ പാലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുക്കുന്നത്. കേരളത്തെ വിഷം തീറ്റിക്കുന്ന തമിഴന് വിഷപ്പാൽ പരിശോധന പ്രഹസനമാക്കാനുണ്ടോ വിഷമം? മൃതദേഹം അഴുകാതിരിക്കാനുള്ള ഫോർമാലിൻ വരെ ചേർത്ത വിഷപ്പാൽ കേരളത്തെ കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് പരിശോധന. ഹോട്ടലുകാർക്ക് മിൽമ പാൽ വേണ്ട, തമിഴ്നാടൻ പാക്കറ്റ് പാൽ മതി. മലയാളി പിള്ളേർ വിഷപ്പാൽ കുടിക്കാഞ്ഞാൽ തമിഴ്നാട്ടുകാരായ തങ്കച്ചികൾ കരയും. അത്രയ്ക്ക് കാതലാണ് തമിഴന്. അങ്ങനെ ഇതാ ഓണവും വന്നെത്തി. ഇനി വിഭവസമൃദ്ധമായ സദ്യയൊരുക്കാം. വിവിധ വീര്യമുള്ള നിരോധിത കീടനാശിനികൾ എരിശ്ശേരി, പുളിശ്ശേരി, കാളൻ, ഓലൻ സാമ്പാറായി ഒരുങ്ങും. പിന്നെ പാൽപ്പായസം. 1 മാസം വരെ സൂക്ഷിച്ചാലും കേടാവാത്ത തമിഴ്നാടൻ പാലുകൊണ്ട് പാൽപ്പായസം, സേമിയ പായസം, അടപ്രഥമൻ. ശർക്കര ഉപ്പേരിയുടെ സ്ഥിതിയോ? അതിൽ വരെ പ്ലാസ്റ്റിക് ചേർത്ത് വറക്കുന്നു ഇവിടത്തെ ചില സ്നേഹമുള്ള കച്ചവടക്കാർ. കറുകുറ തിന്നാം. ഉപ്പേരിക്കെന്ത് മഞ്ഞ നിറം? മഞ്ഞ നിറത്തിനും വിഷമാണ്. അങ്ങനെ വിഷ ഉപ്പേരി. ആകെക്കൂടി ഓണ വിഷവിഭവങ്ങളെ കൊണ്ട് മലയാളിക്ക് ഓണം പൂവേ പൊലി വിഷം പൊടിപൂരം. അനുബന്ധം. വിപണിയിൽ കിട്ടുന്ന അന്യസംസ്ഥാന പച്ചക്കറികളിൽ പലതിലും ഉയർന്ന അളവിൽ കീടനാശിനി വിഷം കണ്ടെത്തിയതിനാൽ പച്ചക്കറിയിലെ വിഷം കളയാനുള്ള ലളിതമായ മാർഗങ്ങൾ സ്വീകരിച്ച് ഓണം ആഘോഷിച്ചാൽ കുറച്ചുനാൾ കൂടി ജീവിക്കാമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഓഫീസ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്ത് നല്ല കമ്മീഷണർ! ഇപ്പോൾ തന്നെ മലയാളി വിഷം തിന്ന് ഒരു പരുവമായിട്ടുണ്ട്. അടുത്ത ഓണം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ജീവനിൽ കൊതിയുള്ളവരും വിഷം കളഞ്ഞ് പച്ചക്കറി തിന്നാനാണ് നിർദ്ദേശം. വിഷപ്പച്ചക്കറി വരുന്നത് തടയുന്ന കാര്യം സ്വപ്നം കാണണ്ട എന്നാണ് ഓണ സന്ദേശത്തിൻ്റെ പൊരുൾ. ഹാപ്പി വിഷം ഓണം. ശുഭം.